എന്തിന് എന്ന ചോദ്യം ശരിക്കും പറഞ്ഞാല് അതൊരു ലക്ഷ്യത്തെ തൊട്ടുള്ള ചോദ്യമാണ്. ഏതൊരു കാര്യത്തിനോടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രവൃത്തിയോടും എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലക്ഷ്യം മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, എന്തിനാണ് ഇവിടെ ചെയർ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് മൈക്ക് യൂസ് ചെയ്യുന്നത്? ലൗഡായിട്ട് വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഫാൻ ഇട്ടിരിക്കുന്നത്? കാറ്റ് കൊള്ളാൻ വേണ്ടിയാണ്. അപ്പൊ സ്വാഭാവികമായ ഒരു മുത്തഅല്ലിമിനോട് ചോദിക്കാവുന്ന അല്ലെങ്കിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്, എന്തിനാണ് നിങ്ങൾ ദർസ് പഠിക്കുന്നത്? ദർസ് പഠിച്ചിട്ട് എന്താണ് നേട്ടം? ഈ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ മറ്റുള്ള ഭൗതിക വിദ്യാഭ്യാസങ്ങൾ നേടി വിദേശത്തൊക്കെ പോയി നല്ല ഹൈ സാലറി വാങ്ങി സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് അതൊരു വലിയ പ്രയാസമല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സുഖമായുള്ളൊരു ജീവിതം എന്നൊക്കെയാണ് ഭൗതികമായിട്ട് കുറെ ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് പ്രകാരം അവർ ചോദിക്കുകയാണ്, എന്തിനാണ് മോനെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ദർസൊക്കെ പഠിക്കുന്നത്? നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഭൗതികമായ കോഴ്സുകളൊക്കെ ചെയ്തിട്ട് വിദേശത്ത് ഒരു ജോലി നേടിയാൽ പോരെ? നല്ല സാലറി ഒക്കെ കിട്ടി, നല്ല വീടൊക്കെ പണിത്, നല്ല കാറൊക്കെ എടുത്ത് അടിച്ച് പൊളിച്ചൂടെ, അർമാദിച്ചൂടെ എന്നാണ്. അപ്പൊ എന്തിനെന്ന ചോദ്യത്തിന് നമ്മൾ ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. നമുക്ക് വ്യക്തമായൊരു മറുപടി ഓരോ മുത്തഅല്ലിമിനും അതിനുണ്ടായിരിക്കണം. അതിന് നമ്മൾ ഷോർട്ടാക്കി പറയാൻ പറ്റിയ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് എന്ന് സ്വാഭാവികമായിട്ടും അവർ ചോദിക്കേണ്ടി വരും. കാരണം സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകണമെങ്കിൽ എന്തിനാണ് സ്വർഗം എന്നൊരു മുസ്ലിം ചോദിക്കില്ല. കാരണം അവനോട് നാം തിരിച്ചു ചോദിക്കണം, എന്തിന് എന്ന് ഓരോ പ്രവൃത്തിയോടും ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയുടെ ലക്ഷ്യം നമുക്ക് മനസ്സിലാകുമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കാനുള്ളത്, ചോദിച്ചത് അങ്കിൾ ആയാലും വേണ്ടില്ല, ആന്റി ആയാലും വേണ്ടില്ല, മാമയോ അമ്മായിയോ ആയാലും വേണ്ടില്ല, ചോദിക്കാം, വൈ ആർ യു ലിവിംഗ്? നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? ഒരു മുസ്ലിം എന്തിനാണ് ജീവിക്കുന്നത്? ഒരു മുസ്ലിമിന്റെ സോൾ എയിം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ ലക്ഷ്യം എന്താണ്? അല്ലെങ്കിൽ എന്തായിരിക്കണം? ഷോർട്ടാക്കി പറഞ്ഞാൽ ഒരു മുസ്ലിമിന് വേണ്ടത് എന്താണ്? സ്വർഗമാണ്. സ്വർഗം ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം ഉണ്ടാവോ? ഇല്ല. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗമാണ്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. ഇപ്പോഴുള്ള ഏറ്റവും വലിയ കോടീശ്വരനായ എൽ മസ്കിനോട് നമുക്ക് ചോദിക്കാം, യു ആർ എ ബില്യണയർ or you are a trillionaire, it doesn't matter. നിങ്ങളൊരു കോടീശ്വരനാണ് അല്ലെങ്കിൽ കോടീശ്വരനാണ്. അംബാനിയോട് ചോദിക്കാം, മിസ്റ്റർ യൂസുഫ് അലിയോട് ചോദിക്കാം, നിങ്ങളൊരു കോടീശ്വരൻ തന്നെ. കോടീശ്വരൻ തന്നെ. How many years? That's where is the question. How many years? എത്ര കൊല്ലമാണ് കോടീശ്വരൻ? ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാൻ എടുക്കുക. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുടെയും അറിവിൽ 125 വയസ്സുള്ള ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? Have you seen? No. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ that means 125 വയസ്സുള്ള ഒരാളും നിങ്ങളുടെ അറിവിൽ ഭൂമിയുടെ മുഖത്ത് ജീവിച്ചിരിപ്പില്ല. കാരണം ഒരു മനുഷ്യന്റെ ലൈഫ് സ്പാൻ 100 വിട്ട് കടക്കുന്നത് അപൂർവമാണ്. ഇനി കടന്നാൽ തന്നെ അവന്റെ ആരോഗ്യം അവനക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പൊ അത്രയാണ് അവന്റെ ലൈഫ് സ്പാൻ എങ്കിൽ ഇപ്പോഴുള്ള കോടീശ്വരന്മാരുടെ വയസ്സ് above 50 ആണെങ്കിൽ ഇനി എത്ര കാലം അവർ കോടീശ്വരൻ? പക്ഷേ സ്വർഗം ലഭിച്ചു കഴിഞ്ഞാൽ കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. നീ എന്തിന് ദർസ് പഠിക്കുന്നു എന്ന് ചോദിച്ച മാമയുടെ, അല്ലെങ്കിൽ അമ്മായിയുടെ, അല്ലെങ്കിൽ ചാച്ചയുടെ, അല്ലെങ്കിൽ ചാച്ചിയുടെ, എല്ലാവരുടെയും ലക്ഷ്യം സ്വർഗമാണെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ദർസ് പഠിക്കുന്നത്. ആര് പറഞ്ഞു?
ദർസ് പഠിച്ചാൽ സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകുമെന്ന് ലോകത്ത് കളവ് പറയാത്ത, കളവ് പറയില്ല എന്ന് മുസ്ലിമീങ്ങൾ വരെ സമ്മതിച്ച അൽ അമീൻ എന്ന് പേരുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ത്വരീഖൻ ഇലൽ ജന്നാഹ്. ആരെങ്കിലും ഇൽമു തേടുന്ന മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അവനിക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യം, ഞങ്ങൾക്ക് വേണ്ട ഈ എളുപ്പമാർഗം, ഞങ്ങൾ കുറച്ച് വളഞ്ഞ മാർഗം പിടിച്ചുകൊള്ളാം. എളുപ്പമാർഗം എന്ന് പറയുമ്പോ അതായിരിക്കണം ഷോർട്ട്, അതായിരിക്കണം എളുപ്പം. അതിൽ ടഫില്ല. എളുപ്പമാർഗം വേണ്ട, ഞങ്ങൾ ടഫ് പിടിക്കാം. ഒന്നുകിൽ ദൂരം കൂടുതലെങ്കിൽ പ്രയാസമുള്ള മാർഗം ഞങ്ങൾ സെലക്ട് ചെയ്തു. എന്താ കുഴപ്പം? ഞങ്ങൾക്ക് അർമാദിച്ച് ജീവിച്ച് ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കി ഫാമിലിയൊക്കെ നല്ല സെറ്റപ്പായി ജീവിച്ചാലും സ്വർഗം കിട്ടില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഒരിക്കലുമില്ല. ഞാൻ പറയുന്നത് ഏറ്റവും സുന്ദരമായ സ്വർഗം ലഭിക്കാൻ വളരെ ഷോർട്ട് കട്ട് ഉണ്ടായിരിക്കെ, അതിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തി ഉണ്ടായിരിക്കെ, കഴിവുണ്ടായിരിക്കെ മറ്റൊരു മാർഗം തേടുന്നത് ബുദ്ധിയല്ല. വലുതെടുക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്തിന് ചെറുത്? വലിയ വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ ഐഫോണും വെറും 2000-3000 രൂപ വില വരുന്ന ലോക്കൽ സ്മാർട്ട് ഫോണും ഇട്ടുകൊണ്ട് നിനക്കിഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞാൽ ബുദ്ധിയുള്ളവൻ ഈ ഐഫോൺ സെലക്ട് ചെയ്യുന്നു. വലുതെടുക്കാൻ കഴിഞ്ഞിരിക്കെ ചെറുതെടുക്കുമ്പോൾ ബുദ്ധിയുള്ളവർ പറയും, നീ എന്തേ അതെടുത്തത്, എനിക്കത് മതി എന്ന് പറയുന്നത് ബുദ്ധിയല്ല. ഞാൻ പറയുന്നത്, ദർസ് പഠിക്കാൻ ഒരുത്തനിക്ക് സാഹചര്യം ലഭിച്ചു, വീട്ടുകാർ സപ്പോർട്ട്, അവനിക്ക് കഴിവുണ്ട്, അല്ലെങ്കിൽ ഉസ്താദന്മാരെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കെ പിന്നെ അത് പഠിക്കാതിരിക്കുന്നത് ബുദ്ധിയല്ല. കാരണം സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ടിലേക്ക് കടക്കാനുള്ള പ്രാപ്തിയും കഴിവും സാഹചര്യവും അവനക്ക് ഒത്തിരിക്കുന്നു എങ്കിൽ അവൻ ദർസ് പഠിക്കലാണ് ഏറ്റവും ബെസ്റ്റ്. നീ എന്തിന് ദർസ് പഠിക്കുന്നു? സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കാൻ. എന്താ മറുപടി? എന്തിനാ ദർസ് പഠിക്കുന്നത്? ഒരു മറുപടി, സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കാൻ. സ്വർഗം എന്താ? എന്തിനാ? എല്ലാവർക്കും അറിയാം എന്തിനാണ് സ്വർഗം എന്ന്. അടുത്ത ചോദ്യമാണ്, സ്വർഗം എന്തിനാണ്? മനസ്സിലായ? അത് നമ്മളെ ഷാദിലി വരി വെച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ഈ ചോദ്യത്തിന്റെ മറുപടിയായി എന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും.